പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഓപ്ഷണൽ മൊഡ്യൂൾ ചാപ്റ്റർ 32B 33B ഈ രണ്ട് ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്ററിന്റെ പേര് കൾച്ചറൽ കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സും ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന്റെ രണ്ടിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷമൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചത്, ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ആണ്. ഈ പബ്ലിക് എക്സാമിൽപ്പെട്ട ചാപ്റ്ററാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിലുള്ള 2 മാർക്ക് 3 മാർക്ക് നമ്മൾ അവതരിപ്പിച്ചു. ഇന്ന് വരുന്ന 1 മാർക്കിന്റെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും, ബ്രാക്കറ്റ് എഴുതാൻ വരും, മാച്ച് ദ ഫോളോയിങ് വരും, ട്രൂ ഓർ ഫാൾസ് വരും, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും. ഇത് നമ്മൾ ഒരു 4 മാച്ച് ദ ഫോളോയിങ്സും 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് തന്നെ കൾച്ചർ റിഫേഴ്സ് ടു, കൾച്ചറിന് എന്താണ് നിർവചനം എന്നതാണ്. എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറഞ്ഞാൽ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്, അതാണ് കൾച്ചർ. അപ്പൊ ഒന്നിന് നേരെ ഒന്ന് തന്നെയാണ്. 2 ഹൗസ് എ ക്ലോക്ക് എക്സാമ്പിൾ ഓഫ് ഡേഷ്, എന്താണ് ഹൗസും ക്ലോക്ക് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് എന്നതാണ്. മെറ്റീരിയൽ കൾച്ചറിന് എക്സാമ്പിൾ ആണ്. 3ാമത് നോളജ്, ബിലീഫ്, ആർട്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. 3ാമത് എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിന് എക്സാമ്പിൾ ആണ്. എവരി കൾച്ചർ ഹാസ്, 4ാമത്തെ 2ാമത് എ വേ ഓഫ് ലൈഫ്, എവരി കൾച്ചർ ഹാസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഡേഷ് വാസ് നോട്ട് മാത്തമാറ്റീഷ്യൻ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ബൗദ്ധയാന എന്നാണ് കേട്ടോ. ബൗദ്ധയാന വാസ് നോട്ട് മാത്തമാറ്റീഷ്യൻ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. 2ാമത് ഡേഷ് ഈസ് ദ ഓതർ ഓഫ് ദി 2 സയന്റിഫിക് വർക്ക് നെയ്മഡ് ആസ് ആര്യഭട്ട്യ ആൻഡ് സൂര്യശർമ്മ. ഏതാണ് ഓതർ? 2 സയന്റിഫിക് വർക്ക് ചെയ്തത് ആര്യഭട്ട്യ ആൻഡ് സൂര്യശർമ്മ. അതിന്റെ ആൻസർ ആണ് ആര്യഭട്ട എന്ന് പറയുന്നത്. ഡേഷ് റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ്. ആരാണ് ഫിസിക്സിന് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്? CV രാമൻ. ലാസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അറ്റ് ബാംഗ്ലൂർ വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്, ടാറ്റൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ടാറ്റൻ. ഇത്രയാണ് ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോ നമ്മൾ ഇനി 1 ചാപ്റ്റർ കൂടി എടുക്കാണ്ട് അതോടെ നമ്മുടെ സോഷ്യോളജി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. അതേപോലെ തന്നെ നേഴ്സിൻ്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലും നമ്മൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എന്നുള്ള സംവിധാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ ഫയലുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള SSLC+2 നമ്മൾ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.